മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോ അരീൻസിൻ്റെ രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ മിസ് ഓൾറെഡി പറഞ്ഞു, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് മെയിനായിട്ട് ഏതൊക്കെ പൊസിഷൻസിലോട്ടാണ് നടക്കുന്നത്? ഓർത്തോ പാര പൊസിഷൻസിലോട്ടാണ് നടക്കുന്നത്. വൈ എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താണ്. ഡ്യൂ ടു റെസൊണൻസ് ഇലക്ട്രോൺ ക്ലൗഡ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഓർത്തോ പാര പൊസിഷൻസിലോട്ടാണ്. ഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് അവർ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഓർത്തോ പാര പൊസിഷൻസിലോട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗീവ് റീസൺ ടൈപ്പായിട്ട് ചോദിച്ചാലും അസർഷൻ റീസൺ ആയിട്ട് ചോദിച്ചാലും നമുക്കതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ദാറ്റ് ഈസ് ഹാലോജിനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, അതുപോലെ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസുമാണ് വരുന്നത്. സോ ഹാലോജിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് പോലെ തന്നെ അഡീഷൻ ഓഫ് ഹാലജനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൾറെഡി ഹാലജനുള്ള ബ്രോമിൻ കോമ്പൗണ്ട്സിലേക്ക് നമുക്ക് ക്ലോറിനെ അല്ലെങ്കിൽ ബ്രോമിനെ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ക്ലോറോബെൻസീൻ എടുത്തു. ക്ലോറോബെൻസീനിലേക്ക് എനിക്ക് എന്തിനെ ആഡ് ചെയ്യാം? ക്ലോറിനെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ബ്രോമിനെ ആഡ് ചെയ്യാം ഇൻ ദ പ്രസൻസ് ഓഫ് FeCl3. സോ വാട്ട് വി വിൽ ഗെറ്റ് ഇസ് ദാറ്റ് ഫസ്റ്റ് പൊസിഷനിലുള്ള ക്ലോറിന് മാറ്റമൊന്നും വരുന്നില്ല. സെക്കൻഡ് പൊസിഷൻ അല്ലെങ്കിൽ ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷൻസിലോട്ട് നെക്സ്റ്റ് ഹാലജൻ അറ്റാച്ച്ഡ് ആവുന്നു. അത് ക്ലോറിനാവാം ബ്രോമിനാവാം, നമ്മളോട് ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞതിൽ ഓർത്തോ പ്രൊഡക്റ്റും ഉണ്ട്, പാരാ പ്രൊഡക്റ്റും ഉണ്ട്. സോ വിച്ച് വൺ വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ച് കാണാറുണ്ട്. ഇതിൻ്റെ ആൻസർ നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. പാരാ വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ്. റീസൺ ആയിട്ട് പറയുന്ന രണ്ട് റിയാക്ടിങ് സ്പീഷീസും ഫാർ അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഹാലോജിനേഷൻ. ദെൻ സെക്കൻഡ് വൺ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ സെക്കൻഡ് വൺ വരുന്നത് നൈട്രേഷനാണ്. അപ്പോൾ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്, അഡീഷൻ ഓഫ് NO2 ആണ്. സോ NO2 വരുന്ന റിയേജൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് HNO3, നൈട്രിക് ആസിഡ് മാത്രമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമോ ബെൻസീൻ എടുക്കുക. ട്രീറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് H2SO4ൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഓർത്തോ നൈട്രോ ക്ലോറോബെൻസീൻ അല്ലെങ്കിൽ പാരാ നൈട്രോ ക്ലോറോബെൻസീൻ കിട്ടും കേട്ടോ. ഓക്കെ, ഇവിടെയാണെങ്കിലും പാരാ വിൽ ബി ദ മേജർ പ്രോഡക്റ്റ്. ഇനി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫ്രിഡൽ ക്രാഫ്റ്റിൻ്റെ റിയാക്ഷനാണ്. ഫ്രിഡൽ ക്രാഫ്റ്റിന് രണ്ട് റിയാക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് ആൽക്കൈലേഷനും മറ്റൊന്ന് അസൈലേഷനും. ഓക്കെ, ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് ആണെങ്കിൽ ഓൾവേസ് അതിൻ്റെ റിയേജൻറ്റ് വരുന്നത് ആൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആയിരിക്കും. അത് അസൈലേഷൻ ആണെങ്കിലും ആൽക്കൈലേഷൻ ആണെങ്കിലും സെയിം റിയേജൻ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ പറഞ്ഞു, ഒന്ന് ആൽക്കൈലേഷനാണ്, മറ്റൊന്ന് അസൈലേഷനാണ്. ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൽക്കൈലേഷനും അസൈലേഷനും കേട്ടോ. ആൽക്കൈലേഷൻ ഇസ് ട്രീറ്റിംഗ് വിത്ത് ആൽക്കൈൽ ക്ലോറൈഡ്, CH3Cl അല്ലെങ്കിൽ CH3Br അങ്ങനെ ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാം. അസൈലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ അസൈൽ ക്ലോറൈഡാണ് റിയേജൻ്റ് ആയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ അസിറ്റിക് ആസിഡിൽ CH3COOH ഉണ്ടാവുമല്ലോ, അതിൽ OH ഇസ് ഗെറ്റിംഗ് റീപ്ലേസ്ഡ് വിത്ത് ഹാലജൻ. അപ്പോൾ CH3COCl അല്ലെങ്കിൽ CH3COBr അതാണ് അസൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അസൈൽ ബ്രോമൈഡ്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ അസൈലേഷൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, സോ ഫസ്റ്റ് ആൽക്കൈലേഷൻ നോക്കാം. ആൽക്കൈലേഷൻ എന്ന് പറയുമ്പോൾ CH3CH2 Cl എടുത്തു ഞാൻ. ട്രീറ്റ് ചെയ്യുന്ന ആരുടെ കൂടിയാണ്? ക്ലോറോബെൻസീൻ അല്ലെങ്കിൽ ബ്രോമോബെൻസീൻ. ഓക്കെ, റിയേജൻ്റ് ആയിട്ട് വരുന്നത് അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് പൊസിഷനിലുള്ള ക്ലോറിന് മാറ്റമൊന്നുമില്ല. സെക്കൻഡ് ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലോട്ട്, അപ്പോൾ നമ്മളിവിടെ ഓർത്തോ പാരാ പൊസിഷൻസിൽ എന്തായാലും ബെൻസീനും ആണല്ലോ, H ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ Hഉം ഇവിടുത്തെ Clഉം കൂടെ HCl എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് പകരം നമ്മുടെ ആൽക്കൈൽ ചെയിൻ എവിടെ വന്നിരിക്കും? ഓർത്തോ പാരാ പൊസിഷൻസിൽ വന്നിരിക്കും. ഓക്കെ, സോ ഓർത്തോ പാരയിൽ പാരാ വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ് കേട്ടോ. ദെൻ ഇത് അസൈലേഷനാണ്. നമ്മൾ ട്രീറ്റ് ചെയ്തത് അസൈൽ ക്ലോറൈഡ് വെച്ചിട്ടാണ്. അതേസമയം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആൽക്കൈലേഷൻ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് അസൈലേഷൻ കേട്ടോ. അസൈലേഷൻ ആകുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അസൈൽ ക്ലോറൈഡ് വെച്ചിട്ടാണ് കേട്ടോ. അതായത് CH3COCl വെച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. നമ്മളിതാ ഇവിടെ ഒരു ക്ലോറോ ഓർ ബ്രോമോ ബെൻസീൻ എടുക്കണു. അസൈൽ ക്ലോറൈഡ് നമ്മൾ റിയേജൻ്റ് ആയിട്ട് ചൂസ് ചെയ്യണു. ഇൻ ദ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? ഓർത്തോ പാരാ പൊസിഷനിലുള്ള Hഉം നമ്മുടെ
റിയേജൻറ്റിൽ വരുന്ന ക്ലോറിനെ നമ്മൾ HCl ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് ഓർത്തോ പാരാ പൊസിഷനിൽ CuCH3 അറ്റാച്ച്ഡ് ആവും. ഓർത്തോ പാരാ പൊസിഷനിൽ CuCH3 അറ്റാച്ച്ഡ് ആവും. ഓക്കെ, സോ ഇത് ആക്ച്വലി 2-ക്ലോറോ അസറ്റോഫിനോണും ഇത് 4-ക്ലോറോ അസറ്റോഫിനോണും ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അസറ്റോഫിനോൺ എന്ന് വരുന്നത്? ചിലപ്പോൾ നമ്മളോട് അങ്ങനെയായിരിക്കും പ്രിപ്പറേഷൻ ചോദിക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുക. ബെൻസീനിങ്ങിൻ്റെ മുകളിൽ CH3 വന്നാൽ അത് ടൊളുവിൻ ആയിരിക്കും. ബെൻസീനിങ്ങിൻ്റെ മുകളിൽ CuCH3 വന്നു കഴിഞ്ഞാൽ അത് അസറ്റോഫിനോൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് അറിഞ്ഞിരുന്നോളൂ. ചിലപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻ വൈസ് കൺവേർഷനായിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് ഹാലോ അരീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഹാലോ അരീൻസിൻ്റെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, അതായത് ഫിറ്റിക്കും വുഡ്സ് ഫിറ്റിക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, സോ ഇതിന് ഓർഡർ വൈസ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, കെമിക്കൽ കൺവേർഷൻസ് ആയിട്ട് നോക്കിയാൽ മതി കേട്ടോ.